സിനിമാക്കാർക്ക് എന്തും ചെയ്യാം. ഹേമ കമ്മിറ്റിയിൽ എന്തൊക്കെയാ വന്നിരിക്കുന്ന ആറാട്ടിന് ശരിക്കാനും കൊടുക്കണേ പ്രശ്നമുള്ളൂ. സിനിമാക്കാർക്ക് എത്ര 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 വേണമെങ്കിലും പിടിക്കാം. ഹേമ കമ്മിറ്റി വരുന്ന മുഴുവൻ അതാണല്ലോ. നമ്മുടെ സാബു അണ്ണന്റെ ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു. ആ ഇന്റർവ്യൂവില് പറയുന്നത് നമ്മളെ നന്ദു സിനിമ നന്ദു അദ്ദേഹത്തിന്റെ തോളിൽ ആറാട്ടെണ്ണ ഒരു തിയേറ്ററിൽ വെച്ച് പോയി തോളിൽ കയറുന്ന ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു. ആറാട്ടെണ്ണ ചെവിക്കല്ലിന് അടിച്ചു പൊട്ടിക്കണം എന്നാണ് സാബു പറയുന്നത്. അത് മാത്രമല്ല, ഒരാളുടെ പേഴ്സണൽ സ്പേസ് അല്ലെങ്കിൽ ഒരാളുടെ ശരീരത്തിലേക്ക് കടന്നു കയറാൻ ആർക്കാണ് ആറാട്ടെണ്ണന് അനുവാദം കൊടുത്തതെന്നൊക്കെ നമ്മുടെ സാബു അണ്ണൻ വന്നിരുന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ആലോചിച്ചെന്ന് വെച്ചാൽ, സാബു അണ്ണന്റെ തുടക്കകാലത്ത് തരികിട പരിപാടി ചെയ്താണ് തുടങ്ങിയത്. ആ സമയത്ത് വഴിയെ പോണവനെ വലിപ്പിച്ച് ഊമ്പിച്ച് പറ്റിച്ച് അവന്റെ മാനസികമായി തകർത്തിട്ട് അത് വീഡിയോ എടുത്തിട്ട് അവസാനം ഇതോ ക്യാമറ ഇരിക്കുന്നു, ഇതൊരു പ്രാങ്ക് പരിപാടിയാണെന്ന് പറഞ്ഞ് നടന്നവന്മാരാണ് ഇവർ. ആ പരിപാടി കൊണ്ടുവന്ന് ന്യൂസ് ടിവിയിൽ, ഇന്നത്തെ സോഷ്യൽ മീഡിയ പോലെ പവറായിരുന്ന അന്നത്തെ സൂര്യ ടി വി ഒക്കെ ഈ ടി വി ചാനൽ കൊണ്ടിട്ട് അത് കാശാക്കി അതിന് അന്നം തിന്നുകൊണ്ട് നടന്നവരാണ് ഇപ്പം വന്നിരുന്നിട്ട് പറയുന്നത് അത് ഒരാളുടെ ശരീരത്തിലേക്ക് കടന്നു കയറാം. അന്ന് ഒരാളുടെ മാനസിക നിലയിലേക്കാണ് കടന്നു കയറുന്നത്. മനസ്സിലായി? അന്ന് അത് ആ സമയത്ത് ഇവർക്ക് പ്രശ്നമൊന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞ് മനോരമയിൽ ടേക്ക് ഇറ്റ് ഈസി എന്നും പറഞ്ഞിട്ട് പരിപാടി, അത് സാബുണ്ണനെ 10 ആൾക്കാർക്ക് അറിയാവുള്ളത് കൊണ്ട് ആ സാബുണ്ണ പരിപാടിക്കൊന്നും വരാറില്ലായിരുന്നു. ആളെ വെച്ച് ചെയ്തിട്ട് അത് അയാളെ മാനസികമായി തകർത്ത് അത് ടി വിയിലിട്ട് റിലേറ്റീവിന്റെ സമ്മതത്തോടെ ആണെങ്കിൽ ഇൻഡിവിജ്വലി ഒരു പേഴ്സൺ വരുമ്പോൾ അയാളുടെ മാനസികാവസ്ഥ നോക്കണ്ടേ? അതൊന്നും പ്രശ്നമില്ല, അതിനൊന്നും പ്രശ്നമില്ല. സിനിമാക്കാരന്റെ തോളിൽ കൈയിട്ടതുകൊണ്ട് അവനെ ചെവിക്കല്ല് അടിച്ചു പൊട്ടിക്കണമെന്നാണ് നമ്മുടെ സാബു അണ്ണൻ പറയുന്നത്. അണ്ണൻ ഇവിടെ ഒരു കാര്യം പറയായിരുന്നു, അത് നന്ദു അറിയാൻ പാടില്ലാത്ത ഒരാളുടെ തോളിൽ കൈ ഇട്ടത് ശരിയായില്ല. അത് ശരിയായ ഒരു നടപടിയല്ല. നമ്മൾ അയാൾ അനുവാദം വാങ്ങണം. പക്ഷെ ഇവിടെ നോക്കുകയാണെങ്കിൽ സാബു അണ്ണന് അത് പറയാൻ പോലും റൈറ്റ് ഇല്ലടാ. അങ്ങനെ പറയാൻ പോലും റൈറ്റ് ഇല്ല. അണ്ണൻ തുടക്കകാലം അങ്ങനെയായിരുന്നു. ഏതെങ്കിലും റിലേ കട്ടായവന്റെ അണ്ണന്റെ ആദ്യത്തെ പരിപാടി, സാബു അണ്ണന്റെ ആദ്യത്തെ പരിപാടി, ഏതെങ്കിലും റിലേ കട്ടായവന്റെ അടുത്ത് പോയി നിന്ന് പ്രാങ്ക് ചെയ്ത സമയത്ത് അവൻ ചെവിക്കല്ല് മുടക്കി ഒരെണ്ണം കൊടുത്തിട്ട് കാലവാരി നിലത്തടിച്ചിരുന്നെങ്കിൽ അണ്ണൻ ഇന്ന് കാണുമായിരുന്ന അന്നത്തെ ആ പ്രാങ്ക് പരിപാടി അതുവരെ അന്നത്തെ ദിവസം തന്നെ നിർത്തുകയും പബ്ലിക്കലി വന്ന് എന്നിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട്, ഈ നമ്മുടെ മെന്റലി അൺസ്റ്റേബിൾ അല്ലാത്ത ആറാട്ടണ്ണൻ, മെന്റലി അല്ലാത്തവർക്ക് പ്രാകൃതമായ രീതിയിൽ ചെവിക്കല്ല് അടിച്ചു പൊട്ടിക്കുന്ന പരിപാടിയല്ല ചെയ്യേണ്ടത്. അവർക്ക് അങ്ങനെയാണെങ്കിൽ സാബുണ്ണന്റെ പോക്കറ്റിൽ നിന്ന് കാശ് എടുത്തുകൊണ്ട് പോയി കുറച്ച് ചികിത്സയൊക്കെ കൊടുക്കണം. ഇനി രണ്ടാമത്തത് നിത്യാമേനോന്റെ കേസ്. നിത്യാമേനോനെ ശല്യം ചെയ്തത് കൊണ്ട് സാബുണ്ണന്റെ വീട്ടിൽ ആരെങ്കിലും സാബുണ്ണ കൊന്നിട്ട് ജയിലിൽ പോകുമെന്നൊക്കെയാണ് ആ വീഡിയോയിൽ പറയുന്നത്. പണ്ട് ബിഗ് ബോസിൽ പോയിട്ട് ഒരു പെണ്ണും പിള്ളേനെ കാലുവാരി തറയിലടിക്കുമെന്ന് പറഞ്ഞ അണ്ണന്റെ സ്വഭാവം ശരിക്കും അറിഞ്ഞൂടാ. കാലവാരി നിലത്തടിക്കുമെന്ന് പറഞ്ഞ സാബു അണ്ണനാണ് ഇന്ന് സ്ത്രീകളെ കുറിച്ച് വ്യാകുലപ്പെടുന്നത്, ഒരു സ്ത്രീ അനുഭവിച്ച പ്രശ്നത്തെക്കുറിച്ച് വ്യാകുലപ്പെടുന്നത്. ഇത് എങ്ങനെയാണ് ഈ അണ്ണൻ പറയണതെന്നാണ് ആലോചിക്കുന്നത്. ഹേമ കമ്മിറ്റിയിൽ സ്വന്തം ഇൻഡസ്ട്രിക്കകത്ത് സ്ത്രീകൾ കിടന്ന് അനുഭവിച്ച പ്രശ്നങ്ങളെ കുറിച്ച് അണ്ണന് ചോദിച്ചാൽ പറയും, ചിലപ്പോൾ പറയുമായിരിക്കും, ഞാൻ ഇപ്പോ തമിഴ് സിനിമയിൽ മലയാള ഇൻഡസ്ട്രിയിൽ ഇല്ലേ, അതിനാല എനിക്ക് ഒന്നും പേസ തിരിയാതെന്ന് വേണമെങ്കിൽ ചിലപ്പോൾ അണ്ണൻ പറയും. കാരണം അണ്ണൻ ഇപ്പൊ അത് എങ്ങനെയാണ് ഒരു ട്രാൻസ്ജെൻഡറിനെ പച്ചയ്ക്ക് ചീത്ത വിളിക്കുന്നു ഫോൺ വിളിച്ചിട്ട്. അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് അണ്ണൻ ചെയ്തിട്ട് പിന്നെ ഒരാളെ വന്നിട്ട് ഇപ്പൊ നിത്യമേനോൻ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് നിയമപരമായി അവർ നേരിടും. നമ്മുടെ നാട്ടിൽ നിയമമുണ്ട്. ഇതിൽ അണ്ണൻ വന്നിട്ട് പറയണോ, ഞാൻ അവനെ കൊന്നിട്ട് ഞാൻ ജയിലിൽ പോകാനൊക്കെ തയ്യാറാണെന്ന്. മെന്റലി അൺസ്റ്റേബിൾ അല്ലെന്ന് തന്നെ അണ്ണൻ പറയുന്നുണ്ട്. ഇതിൽ സാബു അണ്ണൻ പറയുന്നുണ്ട്, പുള്ളിക്ക് മെന്റലി സ്റ്റേബിൾ അല്ലെന്ന് പുള്ളി പറയുന്നുണ്ടെങ്കിൽ അണ്ണൻ എന്ത് ചെയ്യണം? അണ്ണൻ കൊണ്ടുപോയി അയാളെ ഒരു സ്വന്തം കയ്യിൽ നിന്ന് പൈസ മുടക്കി ചികിത്സിക്കണം. ഇത് സ്വന്തം ഇൻഡസ്ട്രിക്ക് അകത്ത് സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് കേരളം വിറയ്ക്കണ റിപ്പോർട്ട് വന്നിട്ട് അണ്ണൻ മിണ്ടിയോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എവിടെ കിടക്കണ അങ്ങനെ ഡെയിലി കോമാളിത്തരം കാണിക്കും. ഇവിടെ ആരാണ് നല്ലവനായിട്ടുള്ളത്? ഇവിടെ ആരാണ് പെണ്ണുങ്ങൾക്ക് മെസ്സേജ് അയക്കാത്ത? ഒരുത്തം വാടകയുടെ കമന്റിൽ മെസ്സേജ് ഇടും, ഞാൻ പെണ്ണുങ്ങൾക്ക് ഇന്ന് വരെ ജീവിതത്തിൽ മെസ്സേജ് അയച്ചിട്ടില്ല, സ്ത്രീകളെ പറയെ നടന്ന് ശല്യം ചെയ്തിട്ടില്ല, ഞാൻ ഇന്ന് വരെ ഒരു തുണ്ട് പോലും ഞാൻ കണ്ടിട്ടില്ല, മറ്റൊരു അന്യ സ്ത്രീയുടെ തുണ്ട് പോലും ഞാൻ കണ്ടിട്ടില്ല, ഒരു അന്യ സ്ത്രീക്ക് മെസ്സേജ് അയച്ചിട്ടില്ല, പാവം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് മറ്റേ ബൈബിൾ വചനം എത്ര ശരിയാണ്. ആരുമില്ല ഇവിടെ പാവം. അപ്പൊ അതേപോലെ ചിലപ്പോൾ ആറാട്ടാണ് അങ്ങനെ പ്രായത്തിൽ ഇതേപോലെ നമുക്ക് സിനിമ നടിമാരുടെ നമ്പർ കിട്ടിയില്ല, നമുക്ക് പാവം നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലും പിള്ളേരെ നമ്പർ കിട്ടുമ്പോൾ വിളിച്ചു നോക്കുമായിരിക്കും, ചിലപ്പോൾ മെസ്സേജ് അയച്ചു നോക്കുമായിരിക്കും. അണ്ണന് സിനിമ നടിയുടെ നമ്പർ കിട്ടിയപ്പോൾ അണ്ണൻ വിളിച്ച്. അപ്പൊ ഇതിൽ ആ സിനിമ നടിക്ക് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടെങ്കിൽ അവർക്ക് നിയമപരമായി നീങ്ങാനുള്ള എല്ലാ സംവിധാനവും. ഇന്ന് സ്ത്രീകൾക്കാണ് മുഴുവൻ പ്രാധാന്യം. നമ്മുടെ നിയമ സംവിധാനങ്ങളിൽ സ്ത്രീകൾക്ക് പ്രാധാന്യം. അവർക്ക് ഈ പറയുന്ന നടിക്ക് കാശുണ്ട്, അവർക്ക് സ്വാധീനങ്ങൾ ചിലപ്പം കാണും, അവർക്ക് നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകാനുള്ള സാമ്പത്തികമാണ്, അവർക്ക് നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകാം. അവർക്ക് ഇല്ലാത്ത വിഷമമാണ് ഇവിടെ പലവർക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതിലൊരു പക്ഷെ സാബുണ്ണന് അല്ല, അത് ഇപ്പം ഇങ്ങനെ ഒരു ആൾ സ്ത്രീയെ ശല്യം ചെയ്ത് അത് ശരിയല്ല, മാന്യമായി പറയാം. അല്ലെങ്കിൽ നന്ദു ബായിയുടെ തോളിൽ കൈയിട്ടത് ശരിയല്ല, പണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതൊക്കെ മാന്യത. ഇത് ഞാൻ ഇന്ന് വരെ ഒരു തെറ്റും ചെയ്തിട്ടില്ല, പക്ഷെ അവൻ തെറ്റ് ചെയ്തു എന്നുള്ള രീതിയിൽ പറഞ്ഞതിനെയാണ് നമ്മൾ വിമർശിക്കേണ്ടത്. സാബു അണ്ണൻ പറഞ്ഞതിനെ ഒരുപാട് പേര് കൈയടിച്ചൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഇതാരാണ് പറയുന്നത് എന്നും കൂടെ നമ്മൾ ചിന്തിച്ചിട്ട് കൈയടിക്കണം. മനസ്സിലായില്ലേ? ഇത് സന്തോഷ് ജോർജ് കുളങ്ങര സാർ വന്നിരുന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് കൈയടിക്കാം. മനസ്സിലായില്ലേ? പുള്ളിയാണ് ഇത് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് കൈയടിക്കാം. അപ്പൊ ഇത് ആര് പറഞ്ഞു എന്നുള്ളതും കൂടെ ഇവിടെ നമ്മൾ നോക്കണം.